മോർണിംഗ് ഓൾ. എല്ലാ ദിവസവും രാവിലെയുള്ള പ്രീ മാർക്കറ്റ് റിപ്പോർട്ടിലേക്ക് കിടക്കാം. നമ്മുടെ മാർക്കറ്റ് ഇന്നലെ ഫ്ലാറ്റായി ഓപ്പൺ ചെയ്തു, പിന്നീട് നെഗറ്റീവ് ക്ലോസിംഗ് നടത്തി. FISന്റെ ഭാഗത്ത് നിന്ന് അത്ര വലിയ ശല്യം ഉണ്ടായിരുന്നില്ല. അവർ 1300 കോടി രൂപയുടെ സെല്ലാണ് നടത്തിയിട്ടുള്ളൂ. അതിൻ്റെ ഇരട്ടി 2800 കോടി രൂപയുടെ ബൈയിങ് DAs നടത്തി. പക്ഷേ ഗ്ലോബലി ഉണ്ടായിട്ടുള്ള ആ ഒരു അൺസർട്ടനിറ്റി ആണ് മാർക്കറ്റിനെ താഴേക്ക് കൊണ്ടുപോയിട്ടുള്ളത്. നമ്മുടെ മാർക്കറ്റ് ക്ലോസ് ചെയ്തതിനു ശേഷം എന്നാൽ US മാർക്കറ്റുകൾ വളരെ പോസിറ്റീവായ രീതിയിൽ ക്ലോസ് നടത്തിയിട്ടുണ്ട്. എന്നാലോ ഇപ്പോൾ ട്രേഡ് ചെയ്യുന്ന US ഫ്യൂച്ചറും നാസ്ഡാക്ക് ഫ്യൂച്ചറും നെഗറ്റീവാണ്. നമ്മുടെ മാർക്കറ്റിനെ റാലി ചെയ്യാനായിട്ട് അനുവദിക്കാതെ ഗ്ലോബൽ സെൻറ്റിമെൻറ്റ്സ് ഇങ്ങനെ നിൽക്കുകയാണ്. ഈ ഇറാൻ ഇസ്രായേൽ ഇഷ്യൂ, ഇതിപ്പോൾ ഒരുപാട് സൈബർ ആക്രമണങ്ങളെല്ലാം തന്നെ നടക്കുന്നുണ്ടെന്നുള്ളത് ഈ ഇസ്രായേൽ റിപ്പോർട്ട് ചെയ്തു. കൂടാതെ തന്നെ ഖത്തറിൻ്റെ സമാധാന ശ്രമങ്ങൾ നടക്കുന്നുണ്ടെന്നുള്ള ന്യൂസ് ഉണ്ട്. പക്ഷേ സെയിം ടൈം തന്നെ ഈ അരാംകോ എല്ലാം തന്നെ അവരുടെ പുതിയ ഒരു പ്ലാനിൽ നിന്ന് വലിയ തോതിൽ ഈ ക്രൂഡിൻ്റെ പ്രൊഡക്ഷൻ തുടങ്ങിയിട്ടുണ്ട് എന്നുള്ള ന്യൂസുകളൊക്കെയാണ് ഇപ്പോൾ ഈ ക്രൂഡ് പ്രൈസിനെ വലിയ തോതിൽ ഇടിയാതെ സ്പൈക്ക് ആവാതെ നിലനിർത്തുന്നത്. നമുക്ക് ഗ്ലോബൽ മാർക്കറ്റ് കണ്ടുവരാൻ പറ്റും. ടോപ്പിൽ ഗോൾഡ് ഇടിഞ്ഞു, $56 ഇടിഞ്ഞു 3960 സിൽവർ 2% ഇടിഞ്ഞു. ബിറ്റ്കോയിനും 60,000 മറികടക്കാൻ പറ്റുന്നില്ല. ബ്രെഡ് ഓയിൽ കാണാം 73. നാച്ചുറൽ ഗ്യാസും സ്പൈക്ക് ചെയ്തിട്ടില്ല. നിഫ്റ്റി ഒരു ഫ്ലാറ്റ് ഓപ്പണിങ്. ഡോ ഫ്യൂച്ചറും നാസ്ഡാക്ക് ഫ്യൂച്ചറും നെഗറ്റീവ്. കോസ്പി കൊറിയൻ മാർക്കറ്റ് 1.5% ലീവ്. മറ്റുള്ള ഏഷ്യൻ മാർക്കറ്റിൽ പ്രശ്നങ്ങളില്ല. ഏറ്റവും താഴെ നോക്കുകയാണെങ്കിൽ കാണാം US ഫ്യൂച്ചറും നാസ്ഡാക്ക് ഫ്യൂച്ചറും വളരെ പോസിറ്റീവായ രീതിയിൽ ക്ലോസ് നടത്തി. US മാർക്കറ്റിൽ ലിസ്റ്റ് ചെയ്ത ഇന്ത്യൻ കമ്പനികളിൽ വിപ്രോ ഒരു 4% ഇടിവ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതാണ് ഉള്ളത്. ഇനിയിപ്പോൾ ഈ ഒരാഴ്ച തന്നെ US നിന്ന് ജോബ് ഡേറ്റ വരുന്നുണ്ട്. അങ്ങനെ ഒരുപാട് എക്കണോമിക് ഡേറ്റാസ് എല്ലാം തന്നെ US നിന്ന് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നുണ്ട് ഈ ഒരു വീക്ക്. ഇനി നേരെ സ്റ്റോക്കുകളുടെ കുറച്ച് വാർത്തകളിലേക്ക് പോകാം. ബൈസൽ റെക്കമെൻഡേഷൻ എല്ലാം നമ്മൾ ബിറ്റ്കോയിൻ്റെ ലെവൽ കണ്ടു, 59,794 ഈ പ്രൈസ് ആക്ഷനിൽ തന്നെ ബിറ്റ്കോയിനിൽ കുറച്ചും കൂടി എഫക്റ്റീവായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. ഇതിൻ്റെ കാരണം ബിറ്റ്കോയിൻ ഒരു സിംഗിൾ അസറ്റ് ക്ലാസ് ആണ്. നമ്മളൊരു നിഫ്റ്റി എന്ന് പറയുമ്പോൾ ഒരുപാട് കാര്യങ്ങൾ കൺസിഡർ ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ബിറ്റ്കോയിനിൽ ട്രേഡ് ചെയ്യാനായിട്ട് പറ്റണം, എന്നാൽ ഇന്ത്യൻ ബ്രോക്കർ വേണം എന്നുള്ള ആഗ്രഹം ഉണ്ടെങ്കിൽ നമുക്ക് ഇന്ത്യൻ ബ്രോക്കറിലൂടെ ബിറ്റ്കോയിലും ട്രേഡ് ചെയ്യാൻ സാധിക്കും. ഈ വീഡിയോയുടെ ഫസ്റ്റ് കമൻറ്റിൽ ഒരു ഗൂഗിൾ ഫോം ഉണ്ട്, നിങ്ങൾ ഫില്ല് ചെയ്യാം. നിങ്ങൾക്ക് അബ്സല്യൂട്ട്ലി ഫ്രീ ആയിട്ട് നമ്മളുടെ ബിറ്റ്കോയിൻ്റെ ക്രിപ്റ്റോ കോഴ്സ് പ്രൊവൈഡ് ചെയ്യും. നിങ്ങൾക്ക് ഇന്ത്യൻ ബ്രോക്കർ ഉപയോഗിച്ച് ട്രേഡ് ചെയ്യാം. ITR സബ്മിറ്റ് ചെയ്യാം, ഇന്ത്യൻ ബ്രോക്കർ ആണല്ലോ. ഫസ്റ്റ് കമൻറ്റിലുണ്ട് ഗൂഗിൾ ഫോം. നേരെ സ്റ്റോക്കുകളുടെ വാർത്തകളിലേക്ക് പോകാം. ബൈസൽ റെക്കമെൻഡേഷൻ അല്ല. HDFC ബാങ്ക് ആക്സിസ് ബാങ്കിൽ ഉണ്ടായിരുന്ന ചീഫ് ഫിനാൻഷ്യൽ ഓഫീസർ HDFC ബാങ്കിൽ നിയമിതനാവുന്നുള്ള ന്യൂസ്. സ്റ്റർലിംഗ് ആൻഡ് വിൽസൺ കമ്പനി അസൻ അലാം കൺസ്ട്രക്ഷനായിട്ട് ഒരു ജോയിൻറ്റ് വെഞ്ചറായിട്ട് ഒരു 50-50 ജോയിൻറ്റ് വെഞ്ചറായിട്ട് പുതിയ ഒരു സോളാർ പ്രൊജക്റ്റ് ഈജിപ്തിൽ ചെയ്യാനായിട്ട് ധാരണയായി. ബന്ധൻ ബാങ്ക് അവരുടെ CFO റിസൈൻ ചെയ്യുന്നുള്ള ന്യൂസ് ഉണ്ട്. യെസ് ബാങ്ക് ഫണ്ട് റൈസ് ചെയ്തിട്ടുണ്ട് 7,500 കോടി രൂപ. റൈറ്റ്സ് കമ്പനി കോൺഗോറായിട്ട് ഒരു പുതിയ ബിസിനസ് കോൺട്രാക്റ്റ് സൈൻ ചെയ്യുന്നുണ്ട്. ജക്സ്പാൽ ഫാർമ കമ്പനി 85% ഒരു അക്വിറ്റീസ് ഹെൽത്ത് കെയറിനെ അക്യൂർ ചെയ്തു എന്നുള്ള ന്യൂസ്. ജുനിപ്പർ ഹോട്ടൽ കമ്പനിയുടെ CFO റിസൈൻ ചെയ്തു എന്നുള്ള ന്യൂസ്. SGVN കമ്പനി ഗുജറാത്ത് ഊർജ വികാസമായിട്ടൊരു പുതിയ ഗ്രീൻ പവർ പ്രൊജക്റ്റ് സൈൻ ചെയ്തു. ഗോദാവരി ബയോ റിഫൈൻ കമ്പനി അവരുടെ പുതിയ പ്ലാന്റ് കമ്മീഷൻ ചെയ്തു എന്നുള്ള ന്യൂസ്. കണ്ടെയ്നർ കോർപ്പറേഷൻ കമ്പനി അത് നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്താണ്. റൈറ്റ്സ് ആയിട്ട് ബിസിനസ് കോൺട്രാക്റ്റ് സൈൻ ചെയ്തു. SAS കമ്പനി ഷെയർ ബൈബാക്ക് പ്രഖ്യാപിച്ചു. 120 കോടി രൂപയുടെ ഷെയർ ബൈബാക്ക്. 478 രൂപയാണ് പ്രൈസ് ഉള്ളത്. 10% അധിക പ്രൈസിലാണ് തിരിച്ചു വാങ്ങുന്നത്. ക്രസ്റ്റ് വെഞ്ചേഴ്സ് കമ്പനി മുംബൈയിലുള്ളവരുടെ പ്രൊജക്റ്റുകളെല്ലാം തന്നെ എക്സ്പാൻഡ് ചെയ്യുന്നു എന്നുള്ള ന്യൂസ് ഉണ്ട്. വൈകിട്ട് നമുക്ക് മറ്റുള്ള ന്യൂസായിട്ട് എത്താം. അപ്പോൾ ബിറ്റ്കോയിനിൽ ഫ്രീ ആയിട്ട് ട്രേഡ് ചെയ്ത് പഠിക്കാൻ താല്പര്യമുള്ള ആൾക്ക് ഗൂഗിൾ ഫോം ഫില്ല് ചെയ്യാം. താങ്ക് യു ആൾ.